സന്തോഷമുള്ളവർ കരമത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സമയം ഒട്ടുമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ദൈവത്തിന്റെ മരത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കും. പ്രിയമുള്ളവർ, എപ്പോഴും ഞങ്ങൾ സന്തോഷിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ കുടുംബമായി ദൈവത്തെ ശുശ്രൂഷിക്കുന്ന വലിയ ഭാഗ്യമാണ്. ആമേൻ. ഇത് നമ്മുടെ മലയാളി സഭകളൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞത് എത്ര നല്ലതായിരുന്നു. നമ്മുടെ യവനക്കാരെ അകറ്റിക്കളയാതെ കൂടെ നിർത്തി അവരോട് കൂടെ ശുശ്രൂഷിക്കാം, അവരെ നമ്മുടെ മധ്യത്തിൽ വളർത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ കുക്കു സാഹിബിനെ പോലുള്ളവർ നമ്മുടെ നാട്ടിൽ വന്ന് പ്രയോജനപ്പെട്ടതുപോലെ നമുക്കും പ്രയോജനപ്പെടുവാൻ ഇടയായി തീരുമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വചനം നമ്മോട് പങ്കുവെക്കുന്നത് ക്രിസ്റ്റീനാണ്. കാരണം ഞായറാഴ്ച ഞങ്ങൾ തുടങ്ങി വെച്ച വചനം തീരാൻ സമയം കിട്ടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ചൊവ്വാഴ്ച അത് കണ്ടിന്യൂ ചെയ്യാൻ. ഈ വർഷം പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ആത്മീക വളർച്ചയെ കുറിച്ചാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആത്മീകമായി വളരുന്നതിനെ കുറിച്ച് ഓരോ മാസം ഒരു ദൂത് തന്നു. ഈ മാസം പരിശുദ്ധാത്മ പറയുന്നത് വളരണെ ചുറ്റും ഒരു വേലി വേണം. വേലിയില്ലാതെ ആർക്കും വളരാൻ പറ്റില്ല. അപ്പോൾ ദൈവം എനിക്കും നിങ്ങൾക്കും ചുറ്റും ഓരോ വേലി കെട്ടിയിട്ടുണ്ട്. അതിനുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രി പറഞ്ഞ് നമുക്ക് ശ്രമിക്കാം. അവൻ ക്രിസ്ത്യൻ വാക്കുകൾ ചുരുക്കുന്നു. അവൻ കൂടി വന്നിരിക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ ഓർപ്പിക്കുകയാണ്. Praise and thank God for the time that He prepared for us to meditate upon the Word together. And I pray that the Holy Spirit may speak not just through me, but to me first and foremost with the Word as well. I humble myself before the Word. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ വന്ന് വചനം കേൾക്കാൻ കൃപ തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് രാത്രി വചനം എന്നിൽ കൂടി കടന്നു വരുമ്പോൾ എനിക്കും അത് അനുഗ്രഹമാകേണ്ടതിനും ഒരുമിച്ച് കേൾക്കുന്ന ഒരുമിച്ച് അനുഗ്രഹം പ്രാപിക്കേണ്ടതിനും ദൈവകൃപ ചെയ്യേണ്ടതിനു വേണ്ടി ദൈവമക്കളുടെ പ്രാർത്ഥന അപേക്ഷിക്കുകയാണ്. This month, the Holy Spirit is speaking to us that in order to grow unto the head that is Christ, we need to depend on the hedge of God's favor around us. We cannot pat ourselves on the back for any kind of growth or maturity that we grow unto. All of that is made possible because of God's hedge of protection and favor around us. And that's not limited to just physical protection. You can't dumb down God's hedge to just physical protection. It is mainly spiritual protection as well. പ്രിയമുള്ളവരെ, ഈ വർഷം പരിശുദ്ധാത്മാവ് ഈ മാസം നമ്മോട് പറയുന്നു വളർച്ചയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. എവിടെ വരെ വളരണം? അവൻ ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ ഒരു ആത്മിക വിശ്വാസി മുമ്പോട്ട് ചുവട് വെക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു അല്ലാതെ നോ നോ നോ, അത് ആരംഭം മാത്രമേ ആയുള്ളൂ. അഭിഷേകം പ്രാപിച്ചു 4 അന്യഭാഷ പറഞ്ഞാലില്ല, നോ 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 ഒന്നും ആയില്ല. ക്രിസ്തുവാകുന്ന തലയോളം അങ്ങനെ വളരണമെങ്കിൽ നമുക്ക് ചുറ്റും ദൈവത്തിന്റെ ഒരു കൃപയുടെ കനിവിന്റെ കടാക്ഷത്തിന്റെ വേലി, ഒരു വേലി എനിക്ക് ചുറ്റും നിങ്ങൾക്ക് ചുറ്റും വേണം എന്നുള്ള തിരിച്ചറിവിലേക്ക് വരണം. പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ വിശുദ്ധി ജീവിച്ചു എന്ന് പറഞ്ഞ പുറകെ നല്ല വെൽഡാണെന്ന് പറഞ്ഞ അടിക്കും. നോ, നീ ഓർക്കണം, നീ നിന്നെങ്കിൽ നിന്നതല്ല ഞാൻ ശലോറി ഹത്തിക്ക പരോസന്ധി വേലിയാണ് നിന്നെ നിർത്തിയെന്നുള്ള അറിവ് നിന്നിൽ വന്നിട്ട് ആ നാഥനിൽ താണ ആശ്രയിപ്പാൻ അധികം ഈശോയെ പോലെ ആകാൻ വളരേണ്ടതിനായ കൃപയുടെ വേലിക്ക് വേണ്ടി ദൈവത്തിന്റെ അവൻ കടാക്ഷത്തിന്റെ വേലിക്ക് വേണ്ടി കരയുന്ന അവസ്ഥകളിലേക്ക് വിശ്വാസികളായി നാം മാറുവാൻ വേണ്ടി ഈ നാടുകൾ ദൈവം നമ്മെ സഹായിക്കട്ടെ. And just to guide us through a brief exploration, because this is a person that we all know, Joseph, but in order to go through Joseph's life and see the presence of God's hedge of favor around him, let's have a grounding key verse, Psalm 3 verse 3. If we can read that out loud. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നമ്മൾ പഠിക്കാൻ പോകുന്ന വളർച്ചയുള്ള ബന്ധത്തിൽ ഒരു കഥാപാത്രത്തെ ബൈബിളിൽ നിന്ന് എടുത്ത് പഠിക്കുകയാണ്. യോസഫ് എന്ന ഒരു കഥാപാത്രം. ആ യോസഫിന്റെ ആത്മിക വളർച്ചയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവൻ എങ്ങനെ വളർന്നു, അവൻ സ്വന്തം അതിനുള്ള ബന്ധത്തില് നാം ചിന്തിക്കാൻ പോകുമ്പോൾ അതിന് താക്കോൽ വാക്യമായിട്ടൊരു വാക്യഭാഗം നമുക്ക് വായിക്കാം. അവൻ നമുക്ക് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സങ്കീർത്തനങ്ങൾ 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. ആരെങ്കിലും എടുത്തവർ മലയാളത്തില് ഇംഗ്ലീഷ് ഒന്നുറക്കെ വായിച്ചാൽ. എനിക്ക് ചുറ്റും പരിചയം എന്റെ മഹത്വവും എന്റെ തലയുയർത്തുന്നവരും ആവുന്നു. ആമേൻ. But thou, O Jehovah, are a shield about me, my glory, and the lifter up of my head. And so God's favor is being defined as being a shield around us. It is our glory. It's not just the enhancement of our glory that's separate from it. It is God's favor about us that is our glory. And it is God who is the lifter of our heads. ഇന്ന് രാത്രി അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം. ആ വേലി എന്ന് പറയുമ്പോൾ ദൈവമാണ് നിന്റെ ചുറ്റും
നിന്റെ വേലി. ഒത്തിരി വാക്യങ്ങൾ ബൈബിൾ അവർ പരിശുദ്ധം നടത്തുന്നുണ്ട്, അറിയാതെ കണ്ണുകളിപ്പോൾ കുഞ്ഞുങ്ങൾ പ്രസംഗിക്കുമ്പോൾ നമ്മൾക്ക് ഒത്തിരി ദൂത് വനതാത്ത് വരും. ആമേൻ സ്തോത്രം. യെരൂശലേമിനെ ചുറ്റിയ പർവ്വതം പോലെ യഹോവ തന്റെ ജനത്തെ എന്തിയിരിക്കുന്നു? വേലി. ആ വേലി ഇല്ലേ നോക്കണം. അതുകൊണ്ട് ഇവിടെ നാം വായിക്കുന്നു, ആമേൻ, യഹോവേ നീ എനിക്ക് ചുറ്റും പരിചയായി 360 ഡിഗ്രി എന്നെ വളയുമ്പോൾ നീ എന്റെ മഹത്വമായി. ആരാണ് നിന്റെ മഹത്വം? നീ കസർത്ത് കാണിക്കുന്നു, നിന്റെ പ്രസംഗ പാഠകമോ, നിന്റെ കഴിവും, നിന്റെ എന്ന് നല്ലൊരു ശതമാനം സ്റ്റേജിൽ പ്രഹസനം കണ്ടോ. കുഞ്ഞെ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ, നിന്റെ മഹത്വമല്ല. ദൈവം നിനക്ക് ചുറ്റും വേലയാകുമ്പോൾ അവന്റെ മഹത്വം നിന്റെ മേൽ. പാപം ചെയ്തപ്പോൾ വിട്ടുപോയ മഹത്വമുണ്ടല്ലോ, അവൻ നഗ്നനായി തീർന്നു, അവനെ വിട്ടുപോയ മഹത്വം നിന്റെ മേൽ ദൈവം പരിചയായിട്ട് വരുമ്പോൾ മഹത്വവും പിന്നെ നിന്റെ തലയെ അവന് ഉയർത്തുകയും ചെയ്യും. ഇന്ന് രാത്രി കാലം ഈ വചനത്തെ മുറുകെ പിടിച്ചോണം. ആരെങ്കിലും തളർന്നവർ, തകർന്നവർ, തലമുറയെ കുറിച്ച് ഭാരപ്പെടുന്നവര്, അവൻ തലമുറയുടെ ഭാവി നോക്കുമ്പോൾ കംപ്ലീറ്റ് തകർന്നടിഞ്ഞു, ഒരു ഭാവിക്കും രക്ഷയില്ലെന്ന് തോന്നുന്നവരാരെങ്കിലും ഈ വചനം വചനമാണ്. നീ മുറുകെ പിടിച്ചോണം. കർത്താവേ, വേലി എന്റെ തലമുറയ്ക്ക് ചുറ്റും കിട്ടണമേ, ആ ഫേവറിന്റെ വേലി തലമുറയ്ക്ക് കിട്ടണമേ, കിട്ടണമേ എന്ന പ്രാർത്ഥനയോടെ ആയിരിക്കും. I don't need to teach you about Joseph, so I will not take too much time. Most of you here are old enough to have taught me about Joseph, so I am just going to make some small points about things that we already know about Joseph's life, but make us see it through the lens of God's hedge of favor around him. ഇന്ന് രാത്രി നിങ്ങൾ ആരെയും യോസഫിനെ കുറിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾക്ക് നല്ല പ്രായമുണ്ട്. എന്നെ വിടുത്തി അവൻ അതിന് PhD തരത്തക്കവണ്ണം അറിവും ജ്ഞാനവും നിങ്ങൾക്ക് യോസഫിനെ കുറിച്ചുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കടാക്ഷത്തിന്റെ വേലി എന്നുള്ള ആ വളർച്ചയ്ക്ക് സഹായിക്കുന്ന വേലി എന്നുള്ള ആ ചിന്താ വിഷയത്തോടുള്ള ബന്ധത്തിൽ യോസഫിന്റെ ആത്മീയ ജീവിതത്തെ നമുക്കൊന്ന് പഠിക്കാം. യോസഫ് എങ്ങനെ വളർന്നു, യോസഫിന് എങ്ങനെ വളർച്ചയുണ്ടായി, അതിന് കാരണം എന്താണെന്ന് യോസഫിന്റെ ജീവിതത്തിൽ നടന്ന അനുഭവങ്ങൾ കൂടി ഒന്ന് നടന്നു പഠിക്കാൻ അല്പനേരം നമുക്ക് എടുക്കാം. We know that Joseph was the most loved of his father Jacob. He had his father's favor already, but the father's favor is not enough for you to get to the calling that God has given you dreams about. You might be well and content with your father's favor, but Joseph had Jacob's favor. He was good enough of a boy to bring reports of his brothers, honest reports of his brothers back to his father. And his brothers used to make bad decisions, but Joseph kept himself holy. But Joseph could never pat himself on the back to say, I kept myself holy, I'm my father's favorite, because even if it's unintelligible to Joseph in that moment, God's hedge of favor was around him, intending to prepare him for a greater purpose than what his surroundings confined him to. ഇന്ന് രാത്രി യോസഫിന്റെ കഥ നിങ്ങൾക്കറിയാം. യാക്കോബ് ഏറ്റവും സ്നേഹിച്ച റാഹേലിൽ ജനിച്ച മകനാണ് യോസഫ്. പ്രാണപ്രിയമാണ് യോസഫിനെ കുറിച്ച് അപ്പന്. അതുകൊണ്ട് മറ്റുള്ള മക്കളെക്കാൾ എല്ലാം അവനെ ഒത്തിരി എന്ത് ചെയ്തു, സ്നേഹിച്ചു. അവൻ ഏറ്റവും മനോഹരമായ വർണ്ണങ്ങളുള്ള ഉടുപ്പുകളൊക്കെ കൊടുത്തു അവന് ഏറ്റവും ഫേവർ. ഇന്ന് രാത്രി ഒരു മർമ്മം ഹോളി സ്പിരിറ്റിനോട് പറയാം. അമ്മയപ്പന്മാരൊക്കെ വിചാരം, ഞാൻ എന്റെ പിള്ളേർക്ക് വേണ്ടി എന്തെല്ലാം ഉണ്ടാക്കി കൊടുത്താൽ ഞാൻ കൊടുക്കുന്നത് കൊണ്ട് ആ പിള്ളേർ വളർന്നൊരു ചിന്ത നിലക്കൊണ്ട് ഇന്ന് രാത്രി പിഴുതരുന്നു. ശരിയാണ്, അവന്റെ ചെറുപ്രായത്തിൽ ആ ഉടുപ്പുകളൊക്കെ അവനെ സഹായിച്ചിരുന്നു. ആ ഉടുപ്പുകളൊന്നും അവനെ എവിടെ എത്തിക്കത്തില്ലായിരുന്നു അറിയാമോ? ആത്മീക വളർച്ചയിൽ എത്തിക്കത്തില്ലായിരുന്നു. ഇന്ന് രാത്രി അപ്പനും അമ്മയും ചിന്തിക്കുന്നുണ്ടോ, ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന എന്റെ പൈസ എന്റെ കുഞ്ഞു. ഇന്ന് രാത്രി ഒത്തിരി അമ്മയപ്പന്മാർ ഉണ്ടാക്കി കൊടുത്തു, മക്ഡോണൾഡ്സ് കൊടുത്തു, ബർഗർ കിങ് വെച്ച് കൊടുത്തിട്ട് ഇന്ന് രാത്രി തലമുറ നശിച്ച് അവൻ നാറാണക്കല്ലായി കിടക്കുമ്പോൾ ഇന്ന് രാത്രി അപ്പ അമ്മേ, നിന്റെ കഴിവുകളോ നീ കൊടുക്കുന്ന ധനമോ നീ കൊടുക്കുന്ന ഉടുപ്പോ നിന്റെ സംരക്ഷണമൊന്നും നിന്റെ കുഞ്ഞിനെ വളർത്താൻ ഉതകത്തില്ല. ഇന്ന് രാത്രി നിന്റെ തലമുറയ്ക്ക് നിങ്ങൾക്കും എനിക്കും ചുറ്റും എന്താ വേണമെന്നറിയാമോ? ദൈവത്തിന്റെ കൃപയുടെ ആ പരിചയുടെ പേര് ഇല്ലെങ്കിൽ വളരാൻ ഇടയാകത്തില്ല. അവർക്ക് നല്ല കാര്യം തന്നെയാണ്. യോസഫിന് അവൻ ചെറുപ്രായത്തില് ആ ഉടുപ്പും എല്ലാം കൊടുത്തതും ദൈവത്തിന്റെ സ്നേഹം തന്നെയാണ്, ദൈവത്തിന്റെ പരിപാലനമാണ്. അപ്പന്റെ സ്നേഹമോ ഈ ലോകത്തിന്റെ താങ്കളൊന്നും നിങ്ങളെ വളർത്താൻ ഉതകത്തില്ല. അതിന് വേണം ദൈവത്തിന്റെ ഫേവർ നിങ്ങൾ പഠിക്കണം. We know that Joseph was a dreamer, that God gave him dreams about sheaves bowing down to his sheaf, his brother's sheaves bowing down, dreams about the stars and the sun and the moon representing his family bowing down to him. And he couldn't even comprehend, his family couldn't even comprehend the calling that God had over his life. But the truth is, and just like I had mentioned on Sunday, the calling to rule cannot happen, that preparation for that calling to rule cannot happen in the comfort zone. Last Sunday we talked about the eagle who
fly by breaking apart the nest. And that means the little baby bird, the baby eagle will fall from the nest. But the nest was never the hedge of favor. It is the wings of the parent eagle that holds up the baby eagle, while still teaching it how to fly by breaking apart its comfort zones. The wings of the parent eagle are the hedge of favor and protection around the baby eagle. ഇന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാക്കണം. യോസഫ് വളർന്നു വരുമ്പോൾ മുമ്പേ പ്രിയ ക്രിസ്ത്യൻ പറഞ്ഞപ്പോൾ പറയാനിടയായി ആ അപ്പന്റെ ഫേവറേറ്റ് ആയിരുന്നു മോന്. ജ്യേഷ്ഠന്മാർ ചെയ്യുന്ന ഓരോ കോപ്രായങ്ങളും അപ്പനോട് പറയും. അതുകൊണ്ട് ജ്യേഷ്ഠന്മാർ അവന് ഏറ്റവും വെറുത്തു. നിങ്ങൾക്കറിയാം, ദൈവം യോസഫിന് സ്വപ്നങ്ങളൊക്കെ കൊടുത്തു. സ്വപ്നങ്ങൾ കണ്ടു. സ്വപ്നങ്ങൾ വിളിച്ചു പറയുമ്പോഴും അതിന്റെ മർമ്മം എന്താണെന്നോ ഒന്നും അറിയത്തില്ല. വിളിച്ചു പറയാതോ അറിയാനോ അത് ഗ്രഹിക്കാനോ തക്കവണ്ണം പ്രാപ്തിയും വളർച്ചയും അവനായിട്ടില്ല. അതങ്ങനെ വിളിച്ചു പറയുന്നോരും ആൾക്കാരുടെ വെറുപ്പ് അവനധികം സമ്പാദിക്കുന്നു. അവന്റെ അപ്പനും കൂടെ ഉള്ളവരും അവനെ ശാസിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ദൈവം ദർശനങ്ങളും സ്വപ്നങ്ങളും നമുക്ക് തരും. സ്വപ്നം ചെയ്യുന്നു. ആ സ്വപ്നങ്ങളിൽ എത്താൻ അപ്പന്റെ കൂട്ടിക്കിടന്ന കാര്യം നടക്കത്തില്ല. നല്ല കോസി കംഫർട്ട്, എല്ലാം സുഖം, എല്ലാം കർത്താവെ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കേട്ട് എല്ലാം നന്മയാണ്, എല്ലാം സുഖമായി പോയാൽ ദൈവത്തിന് ഇന്ന് രാത്രി ഇരിക്കുന്ന നിങ്ങളെ കുറിച്ച് എന്നെ കുറിച്ച് ഓരോ വലിയ പദ്ധതികളാ, വലിയ പ്ലാനുകളാ, ദൈവത്തിന്റെ പ്ലാന്. അതുകൊണ്ട് യെരമ്യാ പറയുന്ന പോലെ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരേണ്ടതിന് ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് യെരമ്യാ പറഞ്ഞതുപോലെ യോസഫിനെ കുറിച്ച് സ്വപ്നം കണ്ടെങ്കിലും അത് ഗ്രഹിക്കാൻ കഴിവില്ല. പക്ഷെ ദൈവത്തിന് പ്ലാൻ ഉണ്ട്. അപ്പന്റെ വർണ്ണമുടുപ്പൊക്കെ ഇട്ട് സുഖം അനുഭവിച്ച് കോസി ബെഡിലൊക്കെ കടന്നുകൊണ്ടിരുന്നാൽ അവിടെ എത്തത്തില്ല. അത് ഞായറാഴ്ച പറഞ്ഞപ്പോൾ സ്വപ്നം ചെയ്യുന്നു ഞാൻ പറയാനിടയായി തീർന്നു. സ്വപ്നം ക്രിസ്ത്യൻ പറയാനിടയായി തീർന്നു. ഒരു കഴുകന്റെ സ്വപ്നം കുഞ്ഞിന്റെ വളർച്ച എന്ന് പറയുന്നത് അതുണ്ടാക്കുന്ന കൂട്ടിന്റെ സുഖത്തിലല്ല. പലപ്പോഴും കഴുകൻ ആ കുഞ്ഞിനെ വിരിയിച്ചിട്ട് അതിന്റെ കൂടൊക്കെ നല്ല കോസിയ ആദ്യം അതിനകത്ത് കിടന്ന് സുഖിച്ച് കിടക്കുമ്പോ ആ കഴുകുഞ്ഞ് എന്നും അവിടെ കിടന്നിട്ട് ഒരിക്കലും പറക്കാൻ പറ്റാത്ത കഴുകുഞ്ഞിനൊക്കെ കിടക്കും. അതെന്ത് ചെയ്യും? ആ തള്ളക്കഴുകം വന്ന് അതിനകത്ത് ഇതെല്ലാം പറിച്ച് കിടക്കാൻ കമ്പുകളൊക്കെ കുത്തിക്കൊള്ളും. അത് കിടന്ന് പടയും. പിന്നെ കൂടന്ന് നടക്കുമ്പോ വലിയ ഉയരമുള്ള മലയിൽ നിന്ന് കുഞ്ഞു താഴേക്ക് പാറമടയിലേക്ക് ഇടിച്ചു വിടത്തക്കണം തീർന്നു. അയ്യോ എന്റെ ജീവിതം അവസാനിച്ചു തകരാൻ വേണ്ടി ഇറങ്ങി വരുമ്പോൾ ആ തള്ളക്കഴുകൻ ഊടിയിട്ട് താഴേക്ക് ഇറങ്ങി വന്ന് ചിറകിലോട്ടെടുത്ത് തള്ള കഴുകൻ ഉണ്ടാക്കിയ സുഖമുള്ള കൂടല്ല കേട്ടോ അതിന്റെ വേലി. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന തള്ളക്കഴുകന്റെ സുഖമുള്ള കൂട. അതന്നെ കരയുന്നു. ഇന്നും പ്രാർത്ഥനയിൽ പോയി കരയുന്ന എന്തുവാ? സുഖമുള്ള കൂട് തരണേ, സുഖമുള്ള കൂട് തരണേ. കുഞ്ഞെ നീ സുഖമുള്ള കൂടും കൊണ്ടിരുന്നാൽ നിനക്ക് പറക്കാൻ പറ്റത്തില്ല. ദൈവം നിന്നെ കണ്ടത് പറക്കാനാ. സാധാ വിശ്വാസിയായിട്ട് ഒത്തിരി എണ്ണമുണ്ട്. എന്തിനാ തിരിച്ച് നാമധേയ ആരാധനകളിലേക്ക് പോകുന്നത്? എന്തിനാ വിശ്വാസത്തിലേക്ക് വന്ന് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട് എന്തിനാ അഭിഷേകം പ്രാപിച്ചത്? എന്തിനാ പഴയ മീൻപിടുത്തത്തിന് പോകരുതോ എന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുമ്പോൾ ഇന്ന് രാത്രി സുഖത്തിന്റെ ലോലുപതയിൽ ഇരുന്നിട്ട് വളർച്ച കൊതിച്ചാൽ നടക്കത്തില്ല. അതുകൊണ്ട് ചില സമയത്ത് ഇന്ന് രാത്രി പരിശുദ്ധം പറയുന്നു, നീ കടന്നു പോകുന്ന ചില പാതകൾ, ചില വേദനകൾ, ചില ദുഃഖങ്ങൾ, ചില തകർച്ചകൾ ദൈവം നിന്നെ വളർത്താൻ നിനക്ക് ചുറ്റും കെട്ടിയ വേലിയാണെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന വചനം ഇന്ന് രാത്രി ശ്രദ്ധയോടെ. ഇത് പരിശുദ്ധാത്മാവിന്റെ വചനമാണ്. സ്വന്തം ആത്മാവ് പറയുന്ന വചനമാണ്. ഇന്ന് രാത്രി എന്നോടും നിങ്ങളോടും പറയുന്ന വചനം. ആത്മാവ് നിങ്ങൾ ഏറ്റെടുത്താൽ ചില അത്ഭുതങ്ങളിൽ വചനത്തോടെ ബന്ധത്തിൽ നടക്കാനിടയായി തീരും. Discomfort and pain, but he will not allow you to be destroyed. We know that when Jacob sent out Joseph to inquire of the well-being of his brothers in Dothan, his brothers took him, stripped him of his coat of colors, threw him in the pit, but they did not lay a hand on him against his life to kill him. And that wasn't of the goodness of the heart of his two older brothers, Reuben or Judah, but it was simply because it was God's favor and hedge around Joseph's very life to keep him and preserve him for his calling of ruling. ഇന്ന് രാത്രി ശ്രദ്ധിക്കണേ. യോസഫിന് ചുറ്റുമുള്ള ദൈവത്തിന്റെ വേലി കാണണോ? ശ്രദ്ധിച്ചു നോക്കണം. അപ്പൻ മോനോട് പറഞ്ഞു, മോനെ യോസഫെ, നിന്റെ ചേട്ടന്മാരുടെ സുഖവിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടൊന്ന് വരണം. അപ്പാ ഞാൻ പോകാം. അവന് പകയൊന്നുമില്ല. കാര്യങ്ങൾ ഉള്ളതുപോലെ മുഖത്ത് നോക്കി പറയുമെങ്കിലും അപ്പനോടൊന്ന് പറയുമെങ്കിലും ജ്യേഷ്ഠന്മാരോടൊക്കെ അവന്റെ സ്നേഹമാണ്. അവൻ പോകാൻ ഒരുങ്ങി. അപ്പൻ തന്നെ അവന്റെ ഉടുപ്പൊക്കെ ഇട്ട് അവൻ ചെരുപ്പം ഇട്ട് പോവാ. ദൂരവേ അവനെ കണ്ടപ്പോൾ അവന് ചേട്ടന്മാർ പറഞ്ഞു, വരുന്നു സ്വപ്നക്കാരൻ, അവനെ എന്തോ ചെയ്യണം? കൊല്ലണം. എന്നാൽ അവിടെ രണ്ടുപേരെ എഴുന്നേൽപ്പിച്ചു ദൈവം. ഒന്ന് രൂപയും പിന്നെ യഹൂദയും.
നമ്മുടെ സഹോദരനല്ലേ, അവനെ കൊല്ലണ്ട. നിങ്ങൾ വിചാരിക്കുന്നോ യൂദയുടെയും അവൻ രൂപന്റെ സ്നേഹം കൊണ്ടാണ്? അല്ലെന്നേ. ജീവനെ തൊടരുത്, ജീവനെ തൊടരുത്. കൂടിളക്കിക്കോ, കൊടുത്ത ഉടുപ്പ് പറിച്ചു മാറ്റിക്കോ, അടിച്ചോ ഉപദ്രവിച്ചോ, ജീവനെ തൊടല്ലേ. ശുദ്ധലിയ രഗത 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 രഗത. നീ വിചാരിക്കുന്നു അത് ദൈവം നിന്നെ കൈവിട്ടതോ? അല്ല. ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള വലിയ പ്ലാനിലെത്തന്നെ. നീ അപ്പന്റെ ഉടുപ്പും വിട്ട് അപ്പന്റെ കാൽ കീഴിൽ മെത്തെ കിടന്ന നടക്കത്തില്ല. നിന്നെ വീട്ടിൽ നിന്ന് പതിച്ച് ചിലടത്ത് കൊണ്ടുപോകും. നിന്നെ ഒറ്റയ്ക്ക് ആരും സ്നേഹിക്കാനില്ലാത്ത അവസ്ഥകളിൽ നീ ആക്കി നിന്റെ ചങ്കിനെ ഞെരിച്ചുടച്ച് അതിനകത്ത് നിന്നെ വളർത്താം. അതിനുശേഷം പിന്നീട് വരുമ്പോൾ നോക്കണം, സ്തോത്രം ചെയ്യുന്നു. അവസാനം അവൻ എഴുന്നേറ്റിട്ട് വിൽക്കുക. അവന് രൂപം പോയിട്ട് രൂപന്റെ പ്ലാന് തിരിച്ചു വരുമ്പോൾ ഇവരെ കാണാതെ അപ്പൻ്റെ ഒക്കെ കൊടുക്കണമെന്നായിരുന്നു. തിരിച്ചു വന്നപ്പോൾ യൂദ പറഞ്ഞു, വരിക ചെയ്യുന്ന ഇസ്മയിലൊക്കെ ചേർക്കാർ വന്ന് അവനെ വിൽക്കാന്ന് പറഞ്ഞ് അവനെ വിൽക്കുക. ഇന്ന് രാത്രി നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിടെ ദൈവത്തിന്റെ വേലി കാണാൻ പറ്റുമോ? ഒരൊറ്റ വിശ്വാസിക്ക് ഇന്നത്തെ പ്രസംഗം കേൾക്കുന്നവർ, നല്ലൊരു ശതമാനം പ്രസംഗങ്ങൾ ഇതൊക്കെയാണ് പറയുന്നത്. എന്നാൽ ദൈവ പദ്ധതികളിലേക്ക് ഒരു ഭക്തനെ എത്തിക്കാനുള്ള ഒരു പ്രസംഗങ്ങളും സഭകളിൽ മുഴങ്ങുന്നില്ല. എല്ലാവർക്കും വിടുതൽ വേണം, ആശ്വാസം വേണം. ദൈവത്തിന്റെ പ്ലാനിൽ എത്താൻ ഒരു ആഗ്രഹവും ഇല്ല. ഇന്ന് രാത്രി യോസഫേ, നീ എന്നും സുഖവും വേദനയില്ലാതെ അവിടെ കിടന്നാൽ എന്നും ആ കിടക്കത്തേ ഉള്ളൂ. നിന്നെ കണ്ട ഡ്രീംസിൽ നിനക്ക് എത്താൻ ഒരു കാലത്തും കഴിയില്ല. Later on, at the end of Joseph's life, after Jacob passes away, his brothers are afraid when they remember all the evil that they did against Joseph. But Joseph says, you did this against me for evil, but God was able to turn it into good. So today, when people do evil against us, it's not God's hedge of protection not working, because anything that the enemy throws against you, God's hedge of favor is able to turn it around for good. So you don't need to take it personally against people. You don't need to let people steal your joy or your peace in your workplace or your educational field or wherever you are. Don't take it personally, because any evil, they're meaning it for evil. They're not doing it for your good. But God is able. He, as your hedge of protection, Him being the shield around you and your glory and the lifter of your head, He will turn that into good. അയ്യോ, ഇന്ന് രാത്രി എത്രയോ സഭകളിൽ കൂട്ടടി, എത്രയോ കുടുംബങ്ങൾ കൂട്ടയടി. ചിലപ്പം നിനക്കെതിരെ ചെയ്തത് കുടുംബത്തിൽ വന്നാണെങ്കിൽ സഭയിൽ നിന്ന് ചിലപ്പോൾ നിനക്ക് ദോഷത്തിലായിരിക്കാൻ ചെയ്തത്. എന്നാൽ വളർന്ന ഒരു യോസഫിന്റെ വാക്ക് നിങ്ങൾ കേൾക്കണേ. ആത്മീയ വളർച്ച പ്രാപിച്ച യോസഫിന്റെ വാക്ക്. പിന്നീട് അവൻ സഹോദരന്മാർക്ക് ആകപ്പാടെ കുറ്റബോധം ഒന്ന് പേടിച്ച് പറിച്ചു നിൽക്കുക. അയ്യോ, ഞങ്ങൾ നിന്നോട് ദോഷം ചെയ്തല്ലോ. പിന്നീട് അവൻ സ്നേഹിച്ചു കഴിഞ്ഞോ സങ്കടമായിട്ട് അവൻ നിൽക്കുമ്പോൾ പറയാ, സാരമില്ല, വിഷമിക്കേണ്ട, നിങ്ങൾ ദോഷത്തിനായിട്ട് നിരൂപിച്ചു. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി നിന്നെ ചീത്ത വിളിക്കുന്നവരൊക്കെ കൈയടിച്ച് ഓടി കെട്ടിപ്പിടിച്ച് കൊടുക്കണം. അടുത്ത ഞായറാഴ്ച അറിയുമോ കർത്താവിന്റെ മേശയ്ക്ക് ഒന്നും തടസ്സമാവും. എത്ര എണ്ണമാ കർത്താവിനെ മേശ എടുക്കാതെ മാറിയിരിക്കും. ഇതൊക്കെ എവിടെ ജ്ഞാനം കിട്ടിയേ അറിവ്? അവൻ സത്യത്തിന്റെ അറിവ് സഭയിൽ വിശ്വാസികൾക്കില്ല. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യാൻ പറഞ്ഞു. വരുവോളം മരണത്തെ പിശാചിനെ തൊടാതിരിക്കാൻ യേശുവിന്റെ മരണം പ്രസ്താവിക്കാൻ നിനക്ക് രക്ഷയില്ല. നീ എത്ര വലിയ വിശുദ്ധനാണേലും എന്നിട്ട് ആരാധനയ്ക്ക് കർത്താവിന്റെ മേശ നടക്കുമ്പോൾ ദൈവദാസനോടോ മറ്റുള്ളവരോടോ കോപിച്ച് നീ മാറിയിരിക്കുന്നെങ്കിൽ നിന്റെ മൂഢത്വം എത്ര വലുതാ. എന്നാൽ ഈ മർമ്മം നീ ഒന്ന് ഗ്രഹിച്ചറിഞ്ഞാൽ, നിന്നെ അവൻ ഒറ്റപ്പെടുത്തിയത്, നിന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തത്, ദൈവം നിന്റെ പദ്ധതികളിലേക്ക് എത്തിക്കാൻ തിരിച്ചറിയുമ്പോ അയ്യോ, നീ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് വീണ്ടും കൊടുക്കത്തില്ല. അങ്ങനെ സഭയെ അടിയുടെ ആവശ്യമുണ്ടോ? ഇല്ല. നിന്നെ തകർക്കും, നിന്നെ വേദനിപ്പിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന വലിയ പ്ലാനിൽ നിന്നെ എത്തിക്കാൻ. ഇന്ന് രാത്രി നിങ്ങൾ കടന്നു പോകുന്ന ഏത് വിഷയമാണേലും ഇന്ന് രാത്രി വിശ്വസിച്ച് പറയുന്നത്, അത്രയുടെ വേലി പൊളിക്കല്ലേ. I looked at the clock, it turns out I only have 10 minutes, which actually means I only have 5 minutes. So I'm trying to speed it up. Genesis chapter 39, verses 2 to 6. I don't have time to read it up, but if you take a look at it, it says, even when Joseph had been sold to Potiphar, the Lord was with Joseph, and he became a successful man. Because he's a slave. How can a slave be a successful man? He became a successful man, and he was in the house of his Egyptian master. And it says, because the Lord was with Joseph and made everything that he touched prosper, Potiphar became blessed. Everything that he owned became blessed. And Joseph was left in charge of everything in Potiphar's house and life except his family. And even then, the enemy tries to falsely accuse and persecute Joseph
Joseph. We know what happens with Potiphar's wife. But even that false accusation is not God's hedge of favor breaking. It's just God preparing him for the next level of preparation. God doesn't make a mistake. Joseph doesn't say, what did I do wrong now? Why is everything going wrong in my life? No, everything's going right according to the plan. But only God knows that, because he is the hedge of protection. So even when you're being accused for sins that you did not do, even when you're a slave in somebody else's house, guess what? God is still the shield around you. He is your glory, and he is the lifter of your head. ഇന്ന് രാത്രി ഓർക്കണേ, സമയമില്ല. അവൻ 10 മിനിറ്റ് മുമ്പിൽ 5 മിനിറ്റ് ഡാഡി 5 കൂടുതൽ ഡാഡി എടുക്കും. എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സമയമൊന്നും കിട്ടത്തില്ല. അവൻ സ്വന്തം യോസഫിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവൻ സ്വന്തം ചെയ്യുന്നു. എളുപ്പമായിരുന്നില്ല. പൊട്ടക്കിടന്ന് വലിച്ചെറിഞ്ഞ് ചുമ്മാ വെച്ച് 20 വയസ്സ് വരെ അവന് വിൽക്കുമ്പോൾ മൊത്തം അടിമയായിട്ട് കിട്ടുമ്പോൾ അവൻ ദേഹത്തെ ചുട്ടുപഴുപ്പിച്ച കമ്പിയൊക്കെ വെച്ചങ്ങാട്ടി ഇതുവരെ ചെരുപ്പിടാതെ നടക്കാത്തവനെ ചുട്ടുപഴുത്ത മണലാണ്ണത്തോട് വലിച്ചുകൊണ്ട് പോകുമ്പോൾ 81-ാം സംഘത്തിൽ പറയുക, യോസഫിന് അതൊരു സാക്ഷ്യമായിരുന്നു. എന്തായിരുന്നു? അവൻ ഉത്സവദിവസമായ ഭവനവാസിയിൽ എന്ത് ചെയ്യണം? ആരാധിക്കണം, കാഹളം മുതണം, തകർച്ചകളിൽ ദൈവത്തെ. ഇന്ന് ഈ ഒരു പ്രശ്നം വന്ന സഭയിൽ പോയി പാസ്വേഡൊക്കെ പണങ്ങി കുത്തിയിരിക്കുന്ന അവൻ ബലം കെട്ട വിശ്വാസിയെ, നീ ആരാധിക്കണം. ഹല്ലേലൂയ. ഇനി അവിടുന്ന് പൊത്തിഫറിനെ വിട്ട് പോയി അടിമക്ക ചന്തയിലിട്ട് വിട്ട് അവിടുന്ന് പൊത്തിഫറിനെ വിട്ട് ചെല്ലുക. ഹല്ലേലൂയ. അവിടെ ചെന്നപ്പോൾ അവിടെ ബൈബിൾ പറയുന്നു, യഹോവ അവനോട് കൂടെ ഇരുന്നു. കുഞ്ഞെ വേലി അറിയണേ, വേദന കൊടുക്കണം. നിന്റെ വേദനകൾ ദൈവത്തിന് നിനക്ക് ചുറ്റും കിട്ടിയ വേലിയ. ഇന്ന് രാത്രി ആ വേലി നിമിത്തം അനുഗ്രഹം അനുഭവിക്കുന്ന ചിലരുണ്ട്. തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആ വേദനയുടെ നെല്ലി പലവരുടെ വേലിയായിരുന്നു. അവിടെ ചെന്നപ്പോ ആ കർത്താവ് വേലിയായിട്ട് പെട്ടെന്ന് ദൈവം ആ തകർച്ചയുടെ മധ്യത്തിലും അവനെ പ്രോസ്പർ ചെയ്യും. ഒരു തകർന്നവനില്ലേ, അവന്റെ വേദനകളുടെ മധ്യത്തിലും ഉയർച്ച അവനെ അനുഗ്രഹിക്കും. യജമാനൻ അവനെ വിശ്വസിക്കാം, സകലം അവന്റെ കയ്യിൽ എന്ത് ചെയ്യുക, ഏൽപ്പിക്കുക. അങ്ങനെ പോകുമ്പോൾ വീണ്ടും ഉണ്ട് അടുത്ത പൊത്തിഫറിന്റെ ഭാര്യ അക്യൂസ് ചെയ്ത് ചെയ്യാത്ത തെറ്റിന്. അപ്പൊ ചിന്തിച്ചേ, നമ്മളൊക്കെ എത്ര വിശുദ്ധിയോട് ഇത്ര ആയതായിട്ട് എന്നിട്ടും എനിക്ക് ഇങ്ങനെ വന്നു നെഞ്ചത്ത് വഴിച്ച് ഈ ദൈവം വേണ്ടാന്ന് പറഞ്ഞിട്ടും യോസഫിന് എളുപ്പമായിരുന്നില്ല, യോസഫിന് അറിയത്തുമില്ല. ബൈബിൾ പറയുന്നു, യഹോവ കാരാഗൃഹത്തിൽ പോകണ്ടേ സ്പിരിച്വൽ ഗ്രോത്തിന് നിന്നെ വളർത്താൻ ഇന്ന് രാത്രി നീ അടിമയെ പോലെ വാ പോലും തുറക്കാൻ കഴിയാതെ തല കുറിച്ച്. കാരണം അന്യഭാഷയുള്ളവരുടെ ദേശത്തേക്കാ. യോസഫിന് അറിയത്തില്ല മിസ്രൈമിലെ ഭാഷ കേട്ടോ. ഒറ്റയടിക്ക് രാത്രി ഭാഷ പഠിച്ചെന്ന് വിചാരിക്കണ്ട. അന്യഭാഷയുള്ളവരുടെ ദേശത്ത് ചെന്നപ്പോൾ യോസഫിന് സാക്ഷ്യമായി ദൈവം കൊടുത്തു. ഇന്ന് രാത്രി നീ ആരാധിക്ക്. അവൻ നാവിന്റെ കെട്ടുകളെ അഴിക്കും, നീ തുറന്ന് സംസാരിക്കും. അല്ലേ? ഇന്ന് രാത്രി അവൻ അറിയാത്ത ഭാഷ നീ കേൾക്കും, അറിയാത്ത വാക്കുകൾ വിളിച്ചു പറയും. ഇന്ന് രാത്രി ദൈവത്തിന്റെ വേലി ചുറ്റും ഒന്ന് കാണും. വേദനകളുടെ മധ്യത്തിൽ, തകർച്ചകളുടെ മധ്യത്തിൽ പ്രാകാതെ, നിന്റെ കഷ്ടങ്ങളെ പ്രാകാതെ ദൈവം നിനക്ക് തരുന്ന വേലിയെ വെറുതെ ശപിക്കാതെ അത് നിന്റെ അനുഗ്രഹമാണ് തിരിച്ചറി. ആമേൻ. Another side of that is, what if Joseph decided to lean into the temptation and say, maybe this is my ticket out. Forget the hedge of favor. The hedge of favor only brought me slavery. Maybe Potiphar's wife is my ticket out of here. Maybe she is the ticket for me to get out of this slavery and at least live a marginally better life than I'm living right now. But the goal is not escaping slavery. The goal is ruling Egypt and saving the rest of the world. Potiphar's wife can't help you do that. So we see that even when he runs, that integrity that we say that Joseph has, that's God's hedge of favor around Joseph. And Joseph making the conscious decision to depend upon the hedge. Joseph running away is not all good job. Look at the holiness of Joseph. Joseph only made the express decision to depend upon God's favor, and that is what led him to run and end up in prison. ഇന്ന് രാത്രി ഒരു കാര്യം ഓർത്തോ, നമ്മൾ നല്ല ശതമാനം വിശ്വാസികളും ദൈവത്തിന്റെ ഫേവറൊക്കെ കഴിയുമ്പോൾ ദൈവത്തിന്റെ ഫേവർ, പിന്നെ ആ ഫേവറിൽ ആശ്രയിച്ചിട്ട് മുതലെടുക്കാൻ നോക്കും, രക്ഷപ്പെടാൻ നോക്കും. യോസഫ് സത്യം പറഞ്ഞാൽ ഭാര്യയില്ലേ, കുടുംബത്തിലെ വീട്ടിനകത്തെ ഏറ്റവും പുള്ളിക്കാരുടെ കയ്യിലെ എല്ലാ താക്കോലും. അവിടെ ഫേവർ കിട്ടിയാൽ പോരായിരുന്നു അവൻ അടിമത്വം വിട്ടിട്ട് അപ്പൻ്റെ അടുക്ക പോകാൻ. ഇന്ന് രാത്രി എത്രയോ ബന്ധക്കോസ്തുകാരും വിശ്വാസികളും വന്നിട്ട് ദൈവത്തിന്റെ കൃപയാൽ ആ ഫേവർ കിട്ടിയ അത് പിടിച്ചിട്ട് മുതലെടുക്കാൻ നോക്കുമ്പോ അവൻ പറഞ്ഞു, വിശുദ്ധി വിട്ടുള്ള ഒരു ഫേവറും വേണ്ട, ദൈവം തരുന്ന വേലി മതിയേ. അതുകൊണ്ട് തുണി ഉരിഞ്ഞിട്ടോ മൂടി. അവിടെ കടാക്ഷം പോരായിരുന്നു അവൻ രക്ഷപ്പെടാൻ. ഇല്ല, അടുത്ത രാജാവാ
ഇല്ല അടുത്ത പടനായകനാകാൻ. വക്രതകൾ കൂടി ആത്മീയത്തിലേക്ക് വന്നിട്ട് വീണ്ടും വക്രന്മാരാകുന്ന വിശുദ്ധന്മാരെ ശ്രദ്ധിച്ചു കേൾക്കുക. ദൈവത്തിന്റെ വേലിയാണ് അനുഗ്രഹം. ദൈവത്തിന്റെ വേലി അത് കഷ്ടതയാകാം, നിന്ദയാകാം, അപമാനമാകാം, തലമുടിഞ്ഞ അവസ്ഥയാകാം. ആ വേലി വിട്ടോടാൻ നോക്കണ്ട. കാരണം ദൈവത്തിന്റെ പ്ലാന് അവൻ ഒരു ശതാധിപനോ അല്ലെങ്കിൽ ഒരു പട്ടാളത്തിലെ മേധാവിയാക്കാനോ അല്ല. തിരിച്ച് നിന്നെ അപ്പന്റെ വീട്ടിലെ പഴയ ഉടുപ്പിടിക്കാൻ വിടാനല്ല. നീ കണ്ട സ്വപ്നത്തിൽ നിന്ന് എത്തിക്കാം. അതല്ലേ യെരമ്യാ പറയുന്നത്, നിങ്ങൾ പ്രത്യാശിക്കുന്ന എനിക്ക് ചുറ്റും പരിചയം എന്റെ മഹത്വവും എന്റെ തല ഇന്ന് രാത്രി ഉയരണോ, ഇന്ന് രാത്രി ദൈവം നിനക്ക് അനുകൂലമായ ഏത് വേദന മധ്യത്തിൽ കാണിച്ചു. അവരുടെ യോസഫോടിയില്ല, വസ്ത്രമിട്ടിട്ട് അവൻ പാപം ചെയ്യാതെ ഓടി. അവൻ ഈ ലോകത്തിന്റെ വഴികളിൽ കൂടിയുള്ള രക്ഷയോ അവൻ ഇന്ന് രാത്രി കാലം രാഷ്ട്രീയം സഭകളിൽ കളിക്കുന്ന വിശുദ്ധന്മാരെ കേൾക്കണം. നിന്നെ ചവിട്ടിയാലും എതിച്ചാലും താഴ്ത്തിയാലും നിൽക്ക. ദൈവത്തിൽ നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അവൻ കുറുക്കു വഴികൾ കൂടി അനുഗ്രഹം തരാൻ പോയില്ല. അതുകൊണ്ട് നാണം കിട്ടു. ചെയ്യാത്ത തെറ്റിന് അപവാദം പറയപ്പെട്ടു. ഒരാൾ പോലും വിറ്റ്നസ് ഇല്ല. എല്ലാവരും പറഞ്ഞു, യോവനെ കള്ളനാ കള്ളനാ, അവന്റെ വിശുദ്ധി കണ്ടില്ലേ കള്ളനാ, ഇതുപോലെ കള്ളനാരുമില്ലെന്ന് എല്ലാവരും വിളിച്ചു പറഞ്ഞു. വീട്ടുകാരില്ല, നാട്ടുകാരില്ല, കൂടെ നിന്നാണ് ശരിയാണെന്ന് പറയാൻ ഒരുത്തം പോലും ഇല്ല. 1-2 വർഷമല്ല കേട്ടോ, 17-ാം വയസ്സിൽ തുടങ്ങി 30-ാം വയസ്സ് വരെ ദൈവത്തിന്റെ വേലി കണ്ടിട്ടുണ്ട്. ഇതിനകത്തും ദൈവത്തിന്റെ വേലിയുണ്ട് കേട്ടോ. There's no time. He's in prison. All right, he has favor in prison. The prison master leaves everything under his control because God is wherever Joseph goes. We didn't have time to talk about it before, but even when Potiphar's wife was trying to catch him to do sin, Joseph goes, how can I do this wickedness and sin against God? He is still aware of God being with him even in that situation. He's not saying, well, why is God doing all this wickedness to me? He's saying, he's understanding that it is because of God's hedge of favor around him that he's experiencing this favor in the first place. But anyway, he experiences favor in the prison. Chapter 40, we know that the 2 servants of the king come to him with dreams. Back in chapter 37, when he was still a young boy, he was receiving a lot of dreams, but he didn't know the interpretation of these dreams. All of this oppression, all this persecution, while still having God's hedge of protection around him, taught him how to interpret dreams, that not just what he received, but what others around him received. So we see that when he interprets the butlers, both the butler and the baker, but when the butler gets to leave prison and go back into Pharaoh's favor, Joseph by that point, he's 28 years old by that point, and he's tired. It's been 11 years of this. He, in his heart, is so weary that he asks the butler to remember him, to say his name somewhere so that he can get out of here, because the interpreter of the dream is still stuck in prison. The guy who came and did something wrong to end up in prison is getting out because of Joseph. But even then, God closes that door. No one can speak for you until God allows. So don't take it personally when people forget about you, when they don't defend you in places where you deserve to be defended, because God knows the right time for your name to be remembered, because he knows how to get you to that fulfillment of that dream that he showed you so many years ago that Joseph is totally forgetting about. He's like, I don't even want to rule anything, I just want to go back home. But God knows where exactly to get him, what time to give Pharaoh the dream, what time to make the butler remember that Joseph is able to interpret dreams. That took an additional 2 years. But continue to depend on the favor of God, because it will not fail you even if human beings fail you. ഇന്ന് രാത്രി ശ്രദ്ധിക്കണേ. സമയമില്ല മൊത്തം വിവരിച്ച് പറയാണ്ട് ഓടിന്ന് പറയാ. ശ്രദ്ധിക്കണേ. അവൻ സ്വപ്നം ചെയ്യുന്നു. അവൻ പാപം ചെയ്യാൻ അവൻ പൊത്തിഫറിന്റെ ഭാര്യ പ്രലോഭിപ്പിച്ചപ്പോൾ വശംവദനാകാതെ അവൻ ചോദിക്കുക, ഞാൻ എന്റെ ദൈവത്തോട് പാപം ചെയ്യുന്നത് ഇന്ന് രാത്രി ജോലികളൊക്കെ പോകുമ്പോൾ തെറ്റിയാനൊരു മടിയുമില്ലാത്ത വിശ്വാസിയെ ശ്രദ്ധിച്ചിട്ട് കേക്ക്. നീതി കിട്ടാതെ അനീതി മാത്രം അനുഭവിക്കുന്നു എന്ന് പറയുക. എന്റെ വേലി എന്റെ ദൈവമാണെന്ന് എനിക്കറിയാം, എനിക്ക് പ്രതിഫലം കിട്ടിയില്ലെന്നറിയാം,
പക്ഷേ ആ സ്ഥിതിയിൽ എന്റെ ദൈവത്തോട് ഞാൻ ദ്രോഹം ചെയ്യുന്നത്. നമ്മളാണെങ്കിൽ ദൈവം എന്നെ മറന്നോ, ദൈവം എന്നെ വിട്ടോ എന്ന് പറഞ്ഞ് ദൈവത്തെ പ്രാകുമ്പോൾ പറയാ, ദൈവത്തെ ഞാൻ എങ്ങനെ ദുഃഖിപ്പിക്കുന്നു. ഈ ആഴ്ച നമ്മള് യോബിനെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അവൻ വളർന്ന് നിങ്ങറിയാം 11 വർഷത്തോളം ഇവിടെ കിടക്കുകയാണ്, വളർന്നു. പക്ഷെ ഒരു കാര്യം, ഇതിന്റെ മധ്യത്തിൽ ഈ വേലി ശ്രദ്ധിക്കണം. ഈ വേലി, കഷ്ടതകളുടെ വേലിയുടെ പ്രത്യേകത നോക്കണേ. പണ്ട് ഈ സ്വപ്നം കണ്ടപ്പോൾ പുള്ളിക്ക് എന്തുവാന്നുള്ളൊരു സ്വപ്നം വിളിച്ച് പറയാ, പുള്ളിക്ക് അതിന്റെ അർത്ഥം പോലും ഒരു അറിവും ഇല്ല. എന്നാ ഈ വേദനകളുടെ, നിന്ദകളുടെ, അപവാദങ്ങളുടെ ഈ ദൈവത്തിന്റെ സംരക്ഷണമാകുന്ന എന്റെ കൃപ നിനക്ക് മതി എന്ന് പറയുന്ന ആ വേലിയിലെ അവനെ എന്താക്കി മാറ്റുന്നറിയാമോ? അവന്റെ സ്വപ്നം ഇന്റർപ്രറ്റ് ചെയ്യുന്നതല്ല, വന്നിരിക്കുന്നവന് സ്വപ്നം പറഞ്ഞാൽ അവന്റെ സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കത്തക്കവണ്ണം അവനെ സ്പിരിച്വലായി വളർത്തിയെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് തരുന്ന തകർച്ചകൾ, വേദനകൾ ശ്രദ്ധിക്കണം. അവൻ 13 വർഷം 30-ാം വയസ്സിൽ വിടുതൽ വരാൻ പോകും. പക്ഷെ പഠിക്കലെത്തുമ്പോൾ നമ്മൾ പലരും കലം അടയ്ക്കും അല്ലേ? പഠിക്കലെത്തി കലം ഓൾമോസ്റ്റ് അടച്ചു. പക്ഷെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? അവൻ പാനപാത്രവാഹന്മാരുടെ പ്രമാണിയുടെ ഓർമ്മശക്തി കളഞ്ഞു. പുള്ളിക്ക് ഡെമെൻഷ്യ കൊടുത്തു. അതാ ഞാൻ പറയത്തില്ല. അതാ വേലി. പാനപാത്രവാഹന്മാരുടെ പ്രമാണി പോയിട്ട് നിനക്ക് അതേ അറിയാവുന്നതാ വിവരിച്ച് പറയാത്തത്. രാജാവ് പറയുന്നത്, രാജാവ് നല്ല മനുഷ്യനാ. ഓ അങ്ങനെയാണ്, കഷ്ടം, അതെന്നാ വിട്ടേ എവിടെ പോലെ ഉരി വന്നാൽ ഇറക്കി വിടും. നീ പഠിക്കലെത്തി നിനക്ക് നിന്റെ വിടുതൽ തൊട്ടടുത്തായിരിക്കുമ്പോൾ പുറംകാലം കൊണ്ട് അതിനെ തൊഴിച്ചു കളയല്ലേ. കാത്തിരിക്കണം. അതുകൊണ്ട് ദൈവം ചില വഴികൾ കൂടി ഇനി അടക്കി, ചില കാര്യങ്ങൾ ഇങ്ങനെ അടക്കി. എന്തിനാണെന്നറിയാമോ? ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതിക്കുള്ളിൽ നിന്നെ എത്തിക്കാൻ നിനക്കെന്ന സ്വപ്നമുണ്ട്. പണ്ട് കാലങ്ങൾ ദൈവം നിന്നോട് നിന്റെ ചങ്ങനകത്ത് പറഞ്ഞ സ്വപ്നങ്ങൾ, ഡ്രീമുകളുണ്ട്. അതെത്തണയിൽ ഇതേ ഉള്ളു, വഴി കുറുക്കു വഴിയില്ല കേട്ടോ. അതന മറ്റുള്ളവർ നിന്നെ മറക്കുന്നത്, നിന്റെ ഭാര്യ നിന്നെ വെറുക്കുന്നത്, നിന്നെ തടവറയ്ക്കുള്ളിൽ ഒന്നും മിണ്ടാത്തവനെ പോലെ ആക്കുന്നത്, ദൈവത്തിലെ ചില വേലയാണെന്ന് രാത്രി നീ ഒന്ന് തിരിച്ചറിയും. പഠിക്കലെത്തുമ്പോ കല ഉടക്കല്ലേ. ഒരു വേള 2 വർഷം കൂടെ, ഒരുപക്ഷെ നിനക്ക് ഒരു മാസം കൂടെ വേണ്ടായിരിക്കും. എല്ലാത്തിനും ക്ഷമിക്കാൻ അവൻ സഹിച്ചാൽ നീ കൂടെ എന്ത് ചെയ്യും? വാഴും. നോക്കൂ, അവന്റെ ആശയറ്റ് പോയി. മനുഷ്യരിൽ ആശ്രയിക്കാൻ അവൻ പേര്. നമ്മളെല്ലാം തളർന്നു പോകും അല്ലേ? ബൈബിൾ പറയുന്നു, ആ മണവാളൻ വരാൻ ആവശ്യപ്പോൾ സ്നേഹം തളർത്തു പോയതുകൊണ്ടൊക്കെ എല്ലാവരും ഉറക്കം പിടിച്ചു. എല്ലാ കന്യകമാരും ഉറക്കം പിടിച്ചു. ഇന്ന് രാത്രി ആത്മീക ഉറക്കം സഭകളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധമ്മ പറയുന്നു, ഉണരുക, ബലം ധരിച്ചു കൊള്ളുക. അവൻ സ്വന്തം നിന്റെ നാശമല്ല, അതിന്റെ മുമ്പിൽ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന അത്ഭുതങ്ങൾ, നീ അനുഭവിച്ച തളർച്ച, നിന്ന കഷ്ടത, ദുഃഖം, വേദനകള്, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത കണ്ണുനീരിന്റെ രാത്രികൾ, അതൊക്കെ മാറാൻ പോകുന്ന ഒരു ദിവസം വരികയാ. ഇന്ന് രാത്രി നിരാശപ്പെടാതെ, കുറുക്കുവരെ അന്വേഷിക്കാതെ ദൈവസന്നിധിയിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കത്താവേ, വേദനിക്കാൻ സ്തോത്രമെന്ന് പറയേ. യോസഫ് തളർന്നു പോകല്ലേ. അതിന്റെ വേദിയാൻ തിരിച്ചറി. ദൈവം ഇന്ന് രാത്രി നിന്നോട് കൂടെ ഉണ്ട്. Because I'm totally out of time, and because many of you have work tomorrow, you're going to have to wake up a lot earlier than I have to. I'm simply going to read a couple of verses. I'm going to ask you to see what the thread of pattern is in all of these verses. Genesis chapter 41, verse 15 and 16. Finally, Pharaoh has his dream. Verse 15 says, "And Pharaoh said to Joseph, I have had a dream, and there is no one who can interpret it. I have heard it said of you that when you hear a dream, that you can interpret it." Joseph answers Pharaoh, "It is not in me. God will give Pharaoh a favorable answer." Now, take a look at verse 25. After all the interpretation of the dream is given to Pharaoh from Joseph, it says in verse 25, "Then Joseph said to Pharaoh, the dreams of Pharaoh are one." God has revealed to Pharaoh what he is about to do. Verse 32, "And the doubling of Pharaoh's dream means that the thing is fixed by God, and God will shortly bring it about." Verse 38 to 39, and this is the great culmination because we're talking about growing unto Christ. Now, you're doing a lot of growth. What is the goal? What is the aim of this growth? Verse 38 to 39, "And Pharaoh said to his servants, Can we find a man like this in whom is the Spirit of God?" Then Pharaoh said to Joseph, "Since God has shown you all this, there is none so discerning and wise as you are." Basically, Joseph becomes the second in command of Egypt. Now, all of that just looking at verse 51 and 52. Once God finally lifts up Joseph, honors him, makes him second in command of Egypt, he eventually goes on to save not only his family, but all of
Egypt, and so many other countries in the world were going through starvation and famine. But finally, when God blesses him with children, instead of naming them things that would glorify Joseph's perseverance and Joseph's endurance and Joseph's suffering, this is what he names them. In verse 51, Joseph called the name of the firstborn Manasseh, for he said, God has made me forget all my hardship and my father's house. And then 52, the name of the second he called Ephraim, for God has made me fruitful in the land of my affliction. It is because God's hedge of favor is around you that you're able to be fruitful in the midst of affliction. God's hedge of favor may not stop the affliction from coming. God's hedge of favor is what makes you fruitful in the land of affliction. വാ, എത്ര മനോഹരമായ വചനം. ശ്രദ്ധിക്കൂ, സമയമില്ലാത്തതുകൊണ്ട് സമയം തീർന്നു പോയി. അവനെ വാക്കിയെടുക്കുന്നു പറയണേ. അവൻ ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിൽ വാക്യങ്ങളെല്ലാം നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഒന്നാമത്തെ വാക്യം എന്തായിരുന്നു പറഞ്ഞത്? അവൻ 15 മുതൽ അവൻ 16 വരെയുള്ള വാക്യങ്ങൾ അവൻ വായിക്കുമ്പോൾ അവൻ സ്വന്തം 41 ഉൽപ്പത്തി പുസ്തകം 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ അവൻ പറയുമ്പോൾ ഇങ്ങനെയാണ് അവൻ സ്വന്തം ചെയ്യുന്നു. അവിടെ അവൻ ഫറവോൻ പറയുന്നത്, അതിന് യോസഫ് ഫറവോനോട് പറയും 15 അവൻ ഫറവോൻ യോസഫിനോട്, ഞാനൊരു സ്വപ്നം കണ്ടു, അതിനെ വ്യാഖ്യാനിപ്പാൻ ആരുമില്ല. എന്നാൽ നീ ഒരു സ്വപ്നം കേട്ടാൽ വ്യാഖ്യാനിക്കുമെന്ന് നിന്നെ കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു. അവൻ സ്വപ്നം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിന് യോസഫ് ഫറവോനോട് പറയുന്നു, നോക്കണേ, ഞാനല്ല. ഇന്ന് രാത്രി ഒരു പ്രവചനമൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് എല്ലാം മറക്കുന്നവര്, തന്നെത്താൻ ഉയർത്തുന്നവര്. നോക്കൂ, അല്ല ഞാനല്ല. ആരാണ് ഉത്തരം തരുന്നത്? ദൈവം തന്നെ ഫറവോന് ഉത്തരം തരും. അടുത്ത വാക്യം ഏതായിരുന്നു? 25 വാക്യം ശ്രദ്ധിക്കണേ. ഇങ്ങനെ പറയുന്നു, അതിന് യോസഫ് ഫറവോനോട് പറഞ്ഞത്, ഫറവോന്റെ സ്വപ്നം ഒന്ന് തന്നെ, താൻ ചെയ്യുവാൻ ഭാവിക്കുന്ന ദൈവം ഫറവോന് വെളിപ്പെടുത്തരും. ദൈവം ഫറവോന് വെളിപ്പെടുത്തും. ഞാൻ പറയും. ഇനി അടുത്തത് 32 31 വാക്യം ശ്രദ്ധിക്കണമേ. ഫറവോന് സ്വപ്നം 2 വട്ടം ഉണ്ടായതോ കാര്യം ദൈവത്തിന്റെ മുമ്പാകെ സ്ഥിരമായിരിക്കൊണ്ടും ദൈവം അതിനെ വേഗത്തിൽ വരുത്തുവാനിരിക്കൊണ്ടും ആകുന്നു. ദൈവം അവൻ എപ്പോഴും പ്രയോറിറ്റി ദൈവം വളർച്ചയാകുമ്പോൾ അവൻ സ്വന്തം നാം കുറയും, അവനോ വളരും. നമ്മെ പ്രൊജക്ട് ചെയ്യത്തില്ല. അടുത്തത് അവൻ 38 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ പിന്നെ ഫറവോൻ യോസഫ് 32 ഫറവോൻ തന്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടെത്താൻ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവാകുന്ന തലയോളം വളരാൻ എന്തെല്ലാം ഹെൽപ്പാ യേശുനാഥൻ എനിക്ക് നിങ്ങൾക്ക് ചെയ്തിട്ടായിട്ട് വായിക്കുമ്പോൾ 51 മുതൽ അവൻ 52 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അവൻ സ്വപ്നം ചെയ്യുന്നു. ദേശത്തവനെ ഉയർത്തി. ഫറവോൻ ഒന്നും ചെയ്ത് കുത്തിയിരിക്കുക. രാജ്യം ഭരിക്കുന്ന ആരാ? യോസഫ്. അവൻ പിന്നീട് അവനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവന് തലമുറയെ കൊടുത്തപ്പോൾ അവൻ ഇന്നൊക്കെ ഓരോരുത്തരും ഫാഷൻ പേരൊക്കെ അവൻ സ്വന്തം ചെയ്യുന്നു. മിക്കി ആണെങ്കിൽ അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ അപ്പന്റെ പേര് ക്രിസ്ത്യനാണെങ്കിൽ മാക്രി ഇരുന്ന പോലെ അവൻ അങ്ങനെയല്ല. ശ്രദ്ധിച്ചു നോക്കണേ. എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് അതിജാതിന് എന്തോ പേരിട്ടു. നോക്കണോ, അവൻ പറയുന്നില്ലേ, എന്റെ അപ്പന്റെ വീടായിരുന്നില്ല എന്റെ വേലി. ചിലവർ ഞാൻ എവിടെ ജനിച്ചതെന്നറിയാമോ? എന്നെന്താ വേണം? അതല്ല നിന്റെ വേലി. നീ എവിടെ തിരിച്ചെന്നോ ഏത് അടുക്കളയിൽ കിടന്ന് വളർന്നോന്നോ ഒന്നും അല്ല വലിയ കാര്യം. അവൻ സ്വന്തം ദൈവമാണ് നിന്റെ വേലി. അവൻ അടുത്തായിട്ട് വരുമ്പോൾ അവൻ സ്വന്തം ചെയ്യുന്നു. അടുത്തത് അവൻ 52 വാക്യത്തില് സങ്കടദേശത്ത് ദൈവം എന്നെ. അപ്പൊ വളർച്ച എവിടെ ആകുന്നേ? സങ്കടദേശത്ത്. അനേകം സങ്കടദേശം ഇഷ്ടമല്ല, പ്രാഗുവാകും. തീച്ചൂളിക്കകത്താണ് 4-ാമൻ ഇറങ്ങി. അത് ചുമ്മാ സാധാ തീച്ചൂഴല്ല, 7 പടന്ന്. അങ്ങനെ ഇരുന്ന് രാത്രി പറയാം, കർത്താവേ വളരണം എനിക്ക്. ഈ കഷ്ടതകൾക്കായി സ്തോത്രം. വഴി അടഞ്ഞതിനാൽ സ്തോത്രം. നാം മടങ്ങി വന്ന് എന്നെ കെട്ടിപ്പിടിക്കാൻ, ആ വേലിക്ക് വേണ്ടി കൊതിക്കാൻ, ഇന്നത്തെ വേദനകൾക്കെല്ലാമായി സ്തോത്രം ചെയ്യാൻ, എന്നിട്ടൊന്ന് മാനസാന്തരപ്പെടാൻ, മടങ്ങി വരാൻ ഇന്ന് രാത്രി എന്നെ സഹായിക്കണമെന്ന് പറയും. അവൻ സ്വന്തം ബൈബിൾ പറയുന്നു, തന്നെ സ്നേഹിക്കുന്നവർക്ക്, എന്നെ പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ഇന്ന് രാത്രി നിങ്ങൾ കടന്നു പോകുന്ന വിഷമങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ നീ അവനെ സ്നേഹിക്കുകയാണെങ്കിൽ, നീ അവനെ സ്നേഹിച്ചാൽ എന്റെ കൽപ്പനകളെ നീ കാത്തുകൊള്ളും.
ദുരാത്രി അവന്റെ വചനത്തെ അനുസരിപ്പാൻ മനുഷ്യമുഖത്തെ അല്ല ദൈവമുഖത്തെ പ്രസാദിപ്പാൻ നീ ഓടുകയാണ്. നീ അങ്ങനെ സ്നേഹിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ വേദനകളും തകർച്ചകളും വഴികളുടെ അവസ്ഥകളും എല്ലാം നിനക്കും എനിക്കും നന്മയ്ക്കാക്കി മാറ്റുന്ന ദൈവം. നമുക്ക് എഴുന്നേറ്റ്